So all of you welcome to question number 14. നമുക്കത് വായിച്ചു നോക്കാം. Let a and b are real constants such that the function f is defined by ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. 1ന്റെ താഴെ ഡെഫിനിഷൻ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് എ, 1ന്റെ മുകളിലോട്ട് when x is greater than 1 the definition of fx is bx plus 2. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊക്കെ നോക്കാൻ നമ്മൾ x = 1 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അതുപോലെ ഡിഫറൻഷ്യബിൾ ആണോ നോക്കാൻ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇതൊക്കെ കമ്പയർ ചെയ്യാറുണ്ട്. ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആർ എന്നാണ് പറഞ്ഞത്. നേരിട്ട് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അൺനോൺസ് ഉണ്ട്, എ ബി. രണ്ട് അൺനോൺസ് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം. ഡിഫറൻഷ്യബിലിറ്റി മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നേ കിട്ടുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് നമുക്കൊരു തിയററ്റിക്കൽ നോളജ് ഇവിടെ വേണ്ടത്. വെൻ എ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് ദാറ്റ് ഇസ് ഓൾസോ കണ്ടിന്യൂസ്. ഇതൊരിക്കലും തിരിച്ചു പറയരുത്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂറ്റി ഹോൾഡ് ചെയ്യാം. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ എക്സിന് 1 കൊടുത്താൽ 4 + a എന്ന് വരും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിന് 1 കൊടുത്താൽ b + 2 എന്നും വരും. അതായത് a - b is equal to -2. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അടുത്തത് ഡിഫറൻഷ്യബിൾ ഓൾസോ അറ്റ് എക്സ് ഈക്വൽ ടു 1. ആക്ച്വലി ക്വസ്റ്റ്യൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആവും എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് ആക്ച്വലി ഇത് എടുക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്നൊക്കെ പറഞ്ഞ വലിയ എക്സ്പ്രഷനിലൂടെയാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതൊരു സിമ്പിൾ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് എന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 3 ആണ്. അതിൽ എക്സിന് നമ്മൾ 1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 5 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് bx പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് b തന്നെയാണ്. അതായത് b = 5. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a minus 5 is equal to -2. That means a equal to 3. അപ്പോൾ ഈ ഫംഗ്ഷനെ നമുക്ക് മൊത്തത്തിലൊന്ന് റീഡിഫൈൻ ചെയ്യാം. f of x is equal to a has the value 3. So this is x square plus 3x plus 3 if x is less than 1 and b is 5. So that is 5x plus 2 if x is greater than 1, less than or equal to 1 and greater than 1. ഇനി എന്താ ചോദ്യം? ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷനിലാണ് കൊണ്ടുപോയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയും ഇൻ്റഗ്രലും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. -2 to 2 fx dx. -2 മുതൽ 2 വരെ ഇതിനൊരു യൂണിഫോം ഡെഫിനിഷൻ അല്ല. -2 മുതൽ 1 വരെ ഒരു ഡെഫിനിഷനും 1 മുതൽ 2 വരെ വേറെ ഡെഫിനിഷനുമാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാണല്ലോ. ഇന്റഗ്രൽ a to b fx dx could be split as ഇന്റഗ്രൽ a to c fx dx plus ഇന്റഗ്രൽ c to b fx dx provided c is in between a and b. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് 1ൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് -2 to 1 നമ്മൾ ഒരു 1ന്റെ താഴെയുള്ള ഒരു ഡെഫിനിഷനും 1 മുതൽ 2 വരെ 1ന്റെ മുകളിലുള്ള ഡെഫിനിഷനും ഓപ്റ്റ് ചെയ്ത് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യും. സോ ഹൗ ക്യാൻ വി ആൻസർ ദിസ്? ഇന്റഗ്രൽ -2 to 2 fx dx is equal to ഇന്റഗ്രൽ -1 to ഇന്റഗ്രൽ -2 to 1 x less than 1. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. x square plus 3x plus 3. അവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പ്ലസ് ഇന്റഗ്രൽ 1 to 2. അവിടെ ഇതാണ് ഡെഫിനിഷൻ വരും. 1 to 2 എന്ന് പറഞ്ഞാൽ 1ന്റെ മുകളിലെ ഭാഗമാണ് 5x plus 2 dx. ഇന്റഗ്രൽ x square dx x³ by 3 ആണ് to the limit -2 to 1. പ്ലസ് ഇന്റഗ്രൽ 3x dx is 3x square by 2 to the limit -2 to 1. പ്ലസ് 3x to the limit -2 to 1. പ്ലസ് ഇന്റഗ്രൽ 5x dx is 5x square by 2 to the limit 1 to 2. പ്ലസ് 2x to the limit 1 to 2. എല്ലായിടത്തും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇവിടെ 1 + 8 9/3 3 തന്നെയാണ്. ഇവിടെ അപ്പർ ലിമിറ്റ് 1 - 4 -3 ഇവിടെ മൈനസ് ഓഫ് 9/2 പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് 1 മൊത്തത്തിൽ 9 വരും. ഇവിടെ അപ്പർ ലിമിറ്റ് 4 ലോവർ ലിമിറ്റ് 1 15/2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 6/2 അത് 3 തന്നെ വരും. നമുക്ക് പിന്നീട് ആലോചിക്കാം. പ്ലസ് 2 × 1 that is 2 itself. അപ്പോൾ ഇത് 3 + 9 നമുക്ക് ഇവിടെ 12 എന്ന് കിട്ടും. 12 പിന്നെ അവസാനം 2 കൂടി ഉണ്ട്. അതെല്ലാം കൂടി ചേർത്താൽ 14 ആവും. -9/2 + 15/2 6/2 അഥവാ 3 ആണ്. ആൻഡ് 14 + 3 = 17 എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ മിക്സ് ഓഫ് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി കോൺസെപ്റ്റ് ആൻഡ് ഓൾസോ ഡെഫിനറ്റ് ഇന്റഗ്രൽസ്. ഡെഫിനറ്റ് ഇന്റഗ്രൽസും ഈ ഡിഫറൻസിയേഷനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കാൽക്കുലസ് അങ്ങനെ ഒരു നമുക്കങ്ങനെ ഒഴിവാക്കി പഠിക്കാവുന്ന ഒരു സംഭവമല്ല. ബുദ്ധിമുട്ടാണെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചെടുക്കണം.
കണ്ടിന്യൂറ്റി എന്താണ്, ഡിഫറൻഷ്യബിലിറ്റി എന്താണ്, കോൺസെപ്റ്റുകളൊക്കെ വളരെ ഷാർപ്പ് ആവണം. അതുപോലെ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയാതെ തന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം in order to the solving like that. So that's all about question number 14.